ഇൻഡെക്സ് ഓപ്ഷൻ വാങ്ങുന്നതിൽ ഉയർന്ന സാമ്പത്തിക അപകട സാധ്യതകൾ ഉൾപ്പെടുന്നു. എല്ലാ വിശദാംശങ്ങളും ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ജെഎംഎസ് വെൽ ക്രിയേറ്റേഴ്സ്. നമ്മുടെ ഒരു ട്രേഡിംഗ് കൺസെപ്റ്റ് അത് പറഞ്ഞൊരു വീഡിയോ ആണ്. നമ്മൾ നിലവിൽ 5 മിനിറ്റിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 50 മിനിറ്റ് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഫോളോ ചെയ്യണ സെയിം കൺസെപ്റ്റ് തന്നെ. ടൈം ഫ്രെയിം 5 എന്നുള്ളതെന്ന് 15 മാറി, അത് മാത്രമേ ഉള്ളൂ. ബാക്കി സെയിം കൺസെപ്റ്റ്. കാരണം നമുക്ക് കുറേ അധികം നോയ്സ് കുറക്കാൻ പറ്റുന്നുണ്ട്. കാരണം നമുക്ക് 5 മിനിറ്റിൽ നോയ്സ് വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ കുറക്കാന്നുള്ള നോക്കി നമ്മൾ നടക്കണമായിരുന്നു. അപ്പോൾ 50 മിനിറ്റിൽ പല ആൾക്കാരും 15 മിനിറ്റിൽ നേരെ 5 മിനിറ്റിലോട്ട് പിന്നെ 1 മിനിറ്റിലോട്ട് പോകണം. നമ്മൾ നേരെ തിരിച്ചാണ്. കാരണം നമ്മൾ സ്കാൽപ്പിംഗ് അല്ല ചെയ്യണത്. നമ്മളൊരു മിനിമം ടാർഗറ്റ് എടുക്കുന്ന കൺസെപ്റ്റാണ്. ഒരു മിനിമം 1:5 ഒക്കെ എടുക്കുന്ന കൺസെപ്റ്റ് ഫോളോ ചെയ്യുമ്പോൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്ത് ക്യാപിറ്റൽ പോകാനും പാടില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അല്ലാതെ വെറുതെ ക്യാപിറ്റലൊരു ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ട്രേഡ് ചെയ്യണതാണ്. ഓഫ് കോഴ്സ് ചിലപ്പോൾ പ്രോഫിറ്റ് ഒക്കെ കിട്ടാം, ചിലപ്പോൾ ക്യാപിറ്റലേ പോകാം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ഫോളോ ചെയ്യണത്. നമ്മുടെ ക്യാപിറ്റൽ അത്രത്തോളം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നല്ലൊരു പ്രോഫിറ്റ് എടുക്കുക. അതും മിനിമം ഒരു 1:5 എങ്കിലും എടുക്കുക എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം 1, 2, 3 ട്രേഡ്, മാക്സിമം 3 ട്രേഡ് വരുള്ളൂ. 5 മിനിറ്റ് ആകുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു കഴിഞ്ഞ ആഴ്ചയിൽ ഏകദേശം ഒരു 6-7 ട്രേഡുകൾ നമുക്ക് വന്നിരുന്നു. നമ്മൾ ട്രേഡ് എടുത്ത് നമ്മുടെ ഒരു അഗൈൻസ്റ്റ് ആകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് മാറും. നമ്മുടെ മാക്സിമം സ്റ്റോപ്പ് ആയിട്ടുള്ള 10 പോയിന്റ് അല്ല, ചില 3-4 പോയിന്റ് നമ്മൾ സ്റ്റോപ്പ് കൊടുക്കും മാറും. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും കയറി പോകും. അപ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് ശരിയായില്ല. അതുകൊണ്ടാണ് നമ്മൾ 5 മിനിറ്റിൽ നിന്ന് 50 മിനിറ്റിലോട്ട് സ്ട്രാറ്റജി കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യുന്ന കൺസെപ്റ്റൊക്കെ 100% അത് തന്നെ. ഒന്നുമില്ല വ്യത്യാസം. 5 മിനിറ്റിൽ നിന്ന് 50 മിനിറ്റിലോട്ട് നമുക്ക് അത്രത്തോളം വെയിറ്റ് ചെയ്യുക. നല്ല രീതിയിൽ ക്ഷമയോടെ വെയിറ്റ് ചെയ്തിട്ട് നല്ല ട്രേഡുകൾ നമുക്ക് എടുക്കാം. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ കൺസെപ്റ്റ് പറഞ്ഞേക്കാം. നമ്മുടെ ഒരു എൻട്രി പോയിന്റ് ആണ്. ഇപ്പോൾ 210 നമ്മുടെ എൻട്രി പോയിന്റ്. നമ്മൾ ട്രേഡ് ചെയ്യണത് ഇൻഡെക്സ് ഓപ്ഷൻ ബൈയിങ് ആണ്, ഈ ഒരു കൺസെപ്റ്റ്. പിന്നെ നമ്മൾ ക്രിപ്റ്റോ ചെയ്യാറില്ല, ക്രിപ്റ്റോ നോക്കാറില്ല. ഫോറക്സ് അതുപോലെ തന്നെ NQES അതിൻ്റെ ഫ്യൂച്ചേഴ്സ് ഫേമിലോട്ട് നമ്മൾ നോക്കുന്നുണ്ട്. കൂടുതൽ ഫോക്കസ് ഇപ്പോൾ അതാണ്. ഇപ്പം നിലവിൽ ഞാൻ ട്രേഡ് ചെയ്യണത് ഫ്യൂച്ചർ പ്രൊഫോമാണ്. നാസ്ഡാക്ക് അതുപോലെ തന്നെ നാസ്ഡാക്കാണ് 100% ട്രേഡ് ചെയ്യണം. ES ഇതുവരെ ട്രേഡ് ചെയ്തിട്ടില്ല. നാസ്ഡാക്കിലാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിനി ഫോറക്സിലോട്ടും കൂടി അതിൻ്റെ പ്രൊഫോമിലോട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഫണ്ടിങ് ടിക്സ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യണത്. അതുപോലെ മൈ ഫണ്ട് ഫ്യൂച്ചേഴ്സ് ഉണ്ട്, യു പ്രോഫിറ്റ് ഉണ്ട്, മൈ ഫണ്ട് ഫ്യൂച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫണ്ടിങ് ടിക്സ് ഉണ്ട്. അതാണ് നിലവിൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യണത്. അക്കൗണ്ടുകൾ നമുക്ക് ബ്രീച്ച് ആവും, നമുക്ക് പ്രോഫിറ്റ് എടുക്കാം. അക്കൗണ്ട് ബ്രീച്ച് ആവും, വീണ്ടും നമുക്ക് പേ ഔട്ട്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അല്ലാതെ സ്കെയിലപ്പ് എന്നുള്ള കൺസെപ്റ്റ് ഫണ്ട് അക്കൗണ്ടിൽ ആരും ചിന്തിക്കരുത്. എത്രയും പെട്ടെന്ന് ഫണ്ട് അക്കൗണ്ട് പാസ്സാക്കിയിട്ട് പേ ഔട്ട് എടുക്കുക എന്നുള്ള കൺസെപ്റ്റിൽ എല്ലാവരും ചിന്തിക്കുക. അതല്ലാതെ ആ ഒരു അക്കൗണ്ടിനെ ഒരു 25,000 അക്കൗണ്ടിനെ 1 മില്യണിലോട്ട് എത്തിക്കുക എന്നുള്ള ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അത് ശുദ്ധ മണ്ടത്തരമാണ്. എത്രയും പെട്ടെന്ന് ഫണ്ട് അക്കൗണ്ട് പാസ്സാവുക, പേ ഔട്ട് എടുക്കുക, അതാണ്. കാരണം ചിലപ്പോൾ ഒരു അക്കൗണ്ട് ചിലപ്പോൾ 1 മാസം 2 മാസം ഉണ്ടാവുള്ളൂ, വിഷയമൊന്നുമില്ല. അതിനകത്ത് നമ്മൾ ഒരു 5 ലക്ഷം 10 ലക്ഷം 20 ലക്ഷം ഒക്കെ നമ്മൾ അതിനകത്ത് പേ ഔട്ട് ചിലപ്പോൾ എടുക്കാറുണ്ട്. അങ്ങനെ എടുക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അതൊക്കെയാണ് ഫണ്ട് അക്കൗണ്ട് ഗുണം. അപ്പം നമ്മൾ മെയിനായിട്ട് ഫണ്ട് അക്കൗണ്ടിലോട്ടെന്നുള്ള കൺസെപ്റ്റിലോട്ട് ഇപ്പോൾ മാറണേണ്. ഇത്ര നാൾ നമുക്കൊരു ഇന്ത്യൻ മാർക്കറ്റ് വേണോ ഫണ്ട് അക്കൗണ്ട് വേണോ എന്നുള്ള കൺസെപ്റ്റിലായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഡെപ്തും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെക്കാട്ടിയും കുറച്ചും കൂടി ബെറ്റർ ആണ്. നമ്മുടെ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന നല്ലൊരു വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റിലാണ്. ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, നേരത്തെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് സൂപ്പർ ആയിരുന്നു. പക്ഷേ നിഫ്റ്റി ആയിരുന്നപ്പോൾ നിഫ്റ്റി കയറുമോ ഇല്ലേ ഇങ്ങനെ അതങ്ങനെയല്ല ട്രേഡ് ചെയ്യണം. അത് വലിയൊരു മൗണ്ട് ഒന്നും കാണിക്കാറില്ല. പക്ഷേ നാസ്ഡാക്ക് അങ്ങനെയല്ല. പണ്ടുണ്ടായിരുന്ന ബാങ്ക് നിഫ്റ്റിനെക്കാട്ടിയും ഏകദേശം 10 മടങ്ങോളം വോളറ്റൈലാണ്. ഞാൻ 100% ട്രേഡ് ചെയ്യണത് US മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ടൈമിലാണ്. ഇപ്പം 8 മണിക്കാണ് US മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്, നവംബർ മുതൽ. കാരണം അതിൻ്റെ കുറച്ച് അവരുടെ കാലാവസ്ഥേൻ്റെ ഇതൊക്കെ കാരണം. നേരത്തെ 7 മണിക്കായിരുന്നു, ഇപ്പം 8 മണി, അത്രയുള്ള വ്യത്യാസം. നമ്മൾ അതിനകത്താണ് ഫോക്കസ് ചെയ്യണത്. നമ്മളോട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതിൽ നമ്മൾ ഒരു എക്സ്ക്ലൂസീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ലൈവ് ട്രേഡിങ് തന്നെ ആയിരിക്കും നോക്കണത്. അപ്പം നമുക്കത് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം നമ്മുടെ ഇന്ത്യൻ മാർക്കല്ല, അത് ഇൻഡെക്സ് ഓപ്ഷൻ ബൈയിങ്ങിലെ നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസവും ഇല്ല. പണ്ടുള്ള ആൾക്കാർ എങ്ങനെയാണോ ഫോളോ ചെയ്ത് അത് തന്നെ, വേറെ ഒന്നുമില്ല. ഇവിടെ നേരത്തെ 5 മിനിറ്റ് ആയിരുന്നെങ്കിൽ അത് 15 മിനിറ്റ് ആയി, അത്ര വ്യത്യാസമുള്ളൂ. ബാക്കി നമ്മുടെ ഡയറക്റ്റ് എൻട്രി, ബൈസ് ടേക്ക് ഓവർ, ഫോളോ ത്രൂ എൻട്രി, PAB ടെസ്റ്റ്, നമ്മുടെ സിഗ്നേച്ചർ എൻട്രിയാണ് PAB ടെസ്റ്റ്, അതാണ് നമ്മൾ ഫോളോ ചെയ്യണത്. അത് വന്ന കൺസെപ്റ്റിലാണെങ്കിൽ നമുക്ക് ഫുൾ ക്വാണ്ടിറ്റി, അതല്ല ഡയറക്റ്റ് എൻട്രി ആണ്. കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഹാഫ് ക്വാണ്ടിറ്റി, അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണത്. അപ്പം നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി പോണത് ഡയറക്റ്റ് എൻട്രി ആണ്. എല്ലാവർക്കും അറിയാം. 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിംഗ് ആണ്.
15 മിനിറ്റ്. ഇവിടെ നേരത്തെ 5 മിനിറ്റ് ആയിരുന്നെങ്കിൽ 15 മിനിറ്റിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിലും നല്ല ടൈം കിട്ടുന്നുണ്ട്. പക്ഷെ 5 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ചധികം നോയ്സുകൾ കയറുന്നുണ്ടായിരുന്നു. അത് നമുക്ക് ഈയിടെ വരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ മാസത്തോളം അങ്ങനത്തെ പ്രശ്നം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ 15 മിനിറ്റ് ഷിഫ്റ്റ് ആയേക്കണത്. സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ഫോളോ ചെയ്ത് സെയിം തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 എന്നുള്ളത് 15 ആവും, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നോയ്സ് കുറയുന്നുണ്ട്. അത് നമുക്ക് നല്ല രീതിയിൽ കോൺഫിഡൻറ്റും കിട്ടുന്നുണ്ട്. നല്ല സൂപ്പർ എൻട്രി നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എൻട്രി എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളെപ്പോഴും ഒരു സെല്ലിംഗ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടാണ് എൻട്രി എടുക്കുന്നത്. പ്രോപ്പറായിട്ട് നമ്മുടെ ലെവലിൽ സെല്ലേഴ്സ് ടാപ്പ് ചെയ്ത് ഫെയിൽ ആകണം. പ്രോപ്പറായിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ ചിലപ്പോൾ ട്രേഡും കാര്യങ്ങളും നമ്മുടെ കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ 10 മിനിറ്റ് മുമ്പ് 5 മിനിറ്റ് മുമ്പൊക്കെ ട്രേഡൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും. ലൈവിലാണ്, അല്ല വെറുതെ കുറേ ലെവലും വലിച്ചു വാരി ഇട്ടിട്ട് എടുത്തോ എന്നുള്ള കൺസെപ്റ്റ് അല്ല. ഞാൻ എടുക്കണ കൺസെപ്റ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് പ്രോഫിറ്റ് ആണ്, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണ്. എനിക്ക് ലോസ് ആണ്, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ലോസ് ആയിരിക്കും. കാരണം നമ്മൾ സിസ്റ്റത്തിൽ ആ സ്റ്റോപ്പ് ലോസ് വെക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോസ് ലിമിറ്റഡ് ആണ്. 99.9% നമുക്ക് ലോസ് ലിമിറ്റഡ് ആണ്. നമ്മുടെ മാക്സിമം സ്റ്റോപ്പ് ആയിട്ടുള്ള 10 പോയിന്റ് ആണ്, ബ്രാക്കറ്റാണ്, സിസ്റ്റത്തിലാണ് വെക്കണം. അപ്പോൾ ഒരു ലോട്ടിൽ മാക്സിമം പോയാൽ 750 രൂപ ലോസ് വരും. അതിന് അഗൈൻസ്റ്റ് ആയിട്ട് മിനിമം ടാർഗറ്റ് 2250 ടു പിന്നെ നമുക്ക് ഒരു 3750 നമ്മുടെ മിനിമം ടാർഗറ്റ്. 2250 ടു 3750 പെർ ലോട്ട്. മാക്സിമം ലോസ് എത്ര? 750. മാക്സിമം ലോസ് നമുക്ക് വന്നത് 750 റുപ്പീസ് പെർ ലോട്ടും മിനിമം നമുക്ക് ടാർഗറ്റ് വന്നത് 2250 ടു 3750. ഏകദേശം നമുക്ക് 1:5 ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. 1:3 ടു 1:5 ആണ് നമ്മുടെ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യണത്. ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയേക്കാം. അപ്പം നമുക്ക് നമ്മുടെ കൺസെപ്റ്റിലോട്ട് പോവാം. 15 മിനിറ്റ് ക്ലോസ്, ക്യാൻഡിൽ ക്ലോസ് ആണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അല്ല വെറുതെ ആ ലെവലിൽ ഒന്ന് ടാപ്പ് ചെയ്യുന്നല്ല, നമുക്ക് കൺഫർമേഷൻ വേണം. അതുകൊണ്ട് തന്നെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ എൻട്രി എടുക്കുകയുള്ളൂ. ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യണത്. അത് തന്നെ 15 മിനിറ്റിൽ ഫോളോ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ കുറേ ടൈമുണ്ട്. ക്യാൻഡിലുകളുടെ എണ്ണം കുറവാണ്. ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം ചിലപ്പോൾ 1-2 ഡേയുടെ മാക്സിമം കിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ആക്യുറസി പണ്ട് നമുക്ക് ഏകദേശം ഒരു 85 ടു 80 ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്കത് 90 ടു 95 ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആ ഒരു ഇതിൻ്റെ കൺസെപ്റ്റ് 15 മിനിറ്റ് ആവുമ്പോൾ സെല്ലേഴ്സ് നമ്മുടെ ലെവലിൽ ടാപ്പ് ചെയ്ത് ഫെയിൽ ആവും. ഡയറക്റ്റ് എൻട്രി എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പ്രോപ്പറായിട്ട് സെല്ലേഴ്സ് ലെവലിൽ ടാപ്പ് ചെയ്ത് നമ്മുടെ പ്രൈസിൻ്റെ മേലിൽ ക്ലോസ് ചെയ്യുക. നമ്മുടെ കണ്ടീഷൻ ആക്റ്റീവായി, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ക്യാൻഡിൽ ഇപ്പോൾ ക്ലോസ് ചെയ്യേക്കണ ഒരു 215 ക്ലോസ് ചെയ്യുന്ന വെച്ചോ. പിന്നെ നമ്മുടെ റിസ്ക് മാക്സിമം റിസ്ക് ആയിട്ടുള്ള 10 പോയിന്റ്. ആ ഒരു ക്ലോസിങ് നമ്മുടെ മാക്സിമം റിസ്ക് ആയിട്ടുള്ള 10 പോയിന്റിന്റെ മേലിലാണ്, റിസ്ക് കൂടുതലാണ്. അത് വേണമെങ്കിൽ എടുക്കാം, എടുക്കാതിരിക്കാം, ക്വാണ്ടിറ്റി കുറച്ചെടുക്കാം. പ്രോപ്പറായിട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻഡിൽ ക്ലോസിങ്ങും എൻട്രി പ്രൈസിന് ഡിഫറൻസ് എത്രയാണ്? 5 രൂപ. നമ്മുടെ കണ്ടീഷൻ അവിടെ ആക്റ്റീവാണ്. CMP കയറുന്ന ആൾക്കാർക്ക് CMP കയറാം. പക്ഷേ നമ്മൾ കൂടുതൽ ബ്രാക്കറ്റ് ലിമിറ്റ് ആണ്. അതായത് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കണ്ടീഷനിൽ ആക്റ്റീവ് ആയി കഴിയുമ്പോൾ ലിമിറ്റ് ബ്രാക്കറ്റ് പ്ലേസ് ആവുക. അതായത് നമ്മുടെ എൻട്രി പോയിന്റ് 210 നമ്മുടെ എൻട്രി പോയിന്റ്. അവിടെ ബ്രാക്കറ്റ് ലിമിറ്റ് പ്ലേസ് ആവുക. ട്രേഡ് വീണ ടൈമിൽ തന്നെ സിസ്റ്റം തന്നെ മാക്സിമം സെല്ലായിട്ടുള്ള 10 പോയിന്റ് അവിടെ വീണിരിക്കും, അവിടെ വീഴും. നമ്മുടെ മിനിമം ടാർഗറ്റ് ആണെങ്കിൽ നമ്മുടെ മിനിമം ടാർഗറ്റ് ആയിട്ടുള്ള 30 ഓർ 50. 30 എടുക്കുന്ന ആൾക്കാർക്ക് 30 എടുക്കണം. 30 അല്ലെങ്കിൽ 50 നമ്മുടെ മിനിമം ടാർഗറ്റ്. മാക്സിമം സ്റ്റോപ്പ് വന്നത് 10 പോയിന്റ് ആണ്. അപ്പോൾ ട്രേഡ് വീണ ടൈമിൽ തന്നെ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, എന്ത് ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് നമ്മുടെ ലൈവിൽ പഠിക്കാൻ പറ്റും. കാരണം നമ്മൾ ബ്രാക്കറ്റ് ഓർഡറാണ്. ക്യാപിറ്റൽ പോകുന്നുള്ള പേടിയില്ല. കാരണം നമ്മൾ ഓപ്ഷൻസാണ് ട്രേഡ് ചെയ്യണത്. ഓപ്ഷൻസിൽ ഇങ്ങനെ ട്രേഡ് ചെയ്യില്ല എങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, യൂട്യൂബിലെ പല ആൾക്കാരും ഇരുന്ന് തള്ളണ പോലെ അല്ല ഓപ്ഷൻസ്. വ്യക്തമായിട്ട് പ്രോപ്പറായിട്ടൊരു കൺസെപ്റ്റോ കാര്യങ്ങളോ ഇല്ലാതെ നിങ്ങൾ ട്രേഡ് ചെയ്യണതാണ്. നിങ്ങൾ കൊണ്ടുവന്ന ക്യാപിറ്റലൊക്കെ പോകും, ഒരു സംശയവും വേണ്ട. കാരണം ഒരു മൊമെൻ്റ് അങ്ങനെ, നിങ്ങൾ ഇപ്പോൾ ട്രേഡ് എടുത്തിട്ട് സ്റ്റോപ്പ് ഇട്ടില്ല എങ്കിൽ ചിലപ്പോൾ ആ സാധനം 210 കിടക്കുന്ന സാധനം 100 പോവാം. അപ്പം നിങ്ങളുടെ ലോസ് എത്രയാണ്? 100% പോയി കിട്ടി. അതൊക്കെയാണ് അതിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ വന്നത്. ഒറ്റയടിക്ക് 25, 50, 100% 5 മിനിറ്റ് ക്യാൻഡിൽ കൊണ്ട് തന്നെ മൂവ് ചെയ്യും ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ബ്രാക്കറ്റ് ലിമിറ്റ് എന്നുള്ള കൺസെപ്റ്റിൽ ട്രേഡ് ചെയ്യണത്. അപ്പോൾ നമുക്ക് കണ്ടീഷൻ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ലിമിറ്റ് പ്ലേസ് ചെയ്യുക. പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ സിസ്റ്റം നോക്കേണ്ട കാര്യമേ ഇല്ല. നമ്മുടെ അവിടെ കൺസെപ്റ്റും കാര്യങ്ങളും സ്ട്രാറ്റജിയൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാം നമുക്ക് തന്നെ മാർക്കറ്റാണ്. മാർക്കറ്റ് സഡൻ ഫോളോ എന്നാൽ നമ്മൾ എന്ത് സംഭവിക്കും? ഈ ഒരു 10 പോയിന്റ് അസൽ അടിച്ചു പോകും. നമുക്ക് 750 രൂപ പെറിലോട്ട് പോകും. അതല്ല, നമുക്ക് മിനിമം ടാർഗറ്റ് കിട്ടണേണ് 3750 ടാർഗറ്റ് ഇട്ടു. ഒരു സംശയവും വേണ്ട, അടിപൊളി.
നമ്മുടെ ആ ഒരു കൺസെപ്റ്റ്. ഇതാണ് നമ്മുടെ ഡയറക്റ്റ് എൻട്രി. ഇതിനാണ് നമ്മൾ ഡയറക്റ്റ് എൻട്രി എന്ന് പറയുന്നത്. നമ്മളെ എപ്പോഴും ആദ്യമായിട്ട് ആക്ട് ചെയ്യുമ്പോൾ മാത്രം എൻട്രി കൊടുക്കുക. അല്ലാതെ ഇവിടെ ആക്ട് ചെയ്ത് പോയി SL അടിച്ചു പോയെന്ന് വെച്ചോ, വീണ്ടും ഇതുപോലൊരു സിനാരിയോ ക്രിയേറ്റ് ചെയ്യണ ഡയറക്റ്റ് എൻട്രി ഒക്കെ തന്നെയാണ് നമ്മളത് കൂടുതൽ എടുക്കാറില്ല. അപ്പം ആദ്യമായിട്ട് ലെവലിൽ ടാപ്പ് ചെയ്ത് ഫെയിൽ ആകുമ്പോൾ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണതാണ് നേരെ നമ്മൾ ബ്രാക്കറ്റ് ലിമിറ്റ് പ്ലേസ് ചെയ്യും. അതല്ല നിങ്ങൾക്ക് CMPയിൽ കയറുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ക്യാൻഡിൽ ക്ലോസിംഗ് എൻട്രി പെർസെന്റ് ഡിഫറൻസ് 10 രൂപേൻ്റെ താഴെയാണ് CMP കയറുക. പക്ഷേ റിസ്ക് ഉണ്ട് അവിടെ. ബ്രാക്കറ്റാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് എൻട്രി നമുക്ക് നോക്കാം. നെക്സ്റ്റ് എൻട്രി എന്താണ്? PAB റീടെസ്റ്റ്. ഡയറക്റ്റ് എൻട്രി മനസ്സിലായെന്ന് എല്ലാവരും വിചാരിക്കുന്നു. അടുത്ത നമ്മുടെ എൻട്രിയാണ് PAB റീടെസ്റ്റ്. PAB റീടെസ്റ്റ് ഇപ്പോൾ 205 നമ്മൾ എൻട്രി എടുക്കുന്നത്. നമ്മൾ എല്ലാം സംസാരിക്കുന്നത് സ്ട്രൈക്ക് ചാർട്ടിലാണ്. അത് പ്രത്യേകം മനസ്സിലാക്കിയ സ്പോട്ട് ചാർട്ട് എന്നുള്ള പരിപാടിയില്ല. സ്ട്രൈക്ക് ചാർട്ട് ക്യാൻഡിൽ ക്ലോസിങ് 15 മിനിറ്റ്. 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആണ് നമ്മുടെ എൻട്രി ക്രൈറ്റീരിയ. അതെല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ വേറെ ഒന്നും പറയണ്ട. നമ്മളിനി നോക്കാൻ വേണ്ടി പോകുന്നത് PAB റീടെസ്റ്റ് ആണ്. പ്രൈസ് ആക്ഷൻ ബേസ് റീടെസ്റ്റ് ഉണ്ട്. അത്ര എൻട്രിയിലാണ് നമ്മൾ 10 ലോട്ട് എടുക്കുന്ന ആൾക്കാർ 10 ലോട്ട് എടുക്കണത്, അല്ല 60 ലോട്ട് എടുക്കണം 60 ലോട്ട് എടുക്കണം. അല്ലാതെ ഡയറക്റ്റ് എൻട്രിയിലൊക്കെ 10 ലോട്ട് എടുക്കുന്ന ആൾ നേരെ 5 ലോട്ട് കുറക്കുക. കാരണം അവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഡയറക്റ്റ് ആയിട്ട് ആ ലെവലിൽ ടാപ്പ് ചെയ്ത് പോകുന്നതും നമുക്കൊരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കയറി പോകുന്നതും ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ഡയറക്റ്റ് എൻട്രി അല്ലെ PAB റീടെസ്റ്റ്, അത് മാത്രമേ ഉള്ളൂ. PAB റീടെസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. 100ൽ 100% ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാം. 10 ലോട്ട് എടുക്കുന്ന ആൾക്കാർ 10 ലോട്ട്, 100 ലോട്ട് എടുക്കുന്ന ആൾക്കാർക്ക് 100 ലോട്ട്. അതല്ല ഡയറക്റ്റ് എൻട്രി ആണ് 10 ലോട്ട് എടുക്കുന്ന ആൾക്കാർക്ക് 5 ലോട്ട്, 50 ലോട്ട് എടുക്കുന്ന ആൾക്കാർക്ക് 25 ലോട്ട്. അത്രേ ഉള്ളൂ. കാരണം അവിടെ റിസ്ക് ഫാക്ടർ വന്നുകൊണ്ടാണ് നമ്മൾ ആ ക്വാണ്ടിറ്റി ഓർക്കുന്നത്. PAB റീടെസ്റ്റ് എങ്ങനെയാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പ്രൈസ് താഴെ എല്ലാം ക്ലോസിങ് കണ്ട 15 മിനിറ്റ് ക്യാൻഡിലൊക്കെ ക്ലോസ് ചെയ്ത് ഇത് താഴെ ക്ലോസ് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഓക്കെ, നമ്മൾക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. പ്രോപ്പറായിട്ട് ബയ്യേഴ്സ് കിടന്ന് പൊക്കിക്കൊണ്ടുപോയി ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാന്ന് വെച്ചോ. പ്രോപ്പറായിട്ട് ഇവിടെ കുറേ ക്യാൻഡിലൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് വീണ്ടും താഴെ ക്ലോസ് ചെയ്ത് വീണ്ടും ക്ലോസ് ചെയ്ത് ഒരു മണിക്കൂർ അവിടെ നിന്നെന്ന് വെച്ചോ, ഒരു പ്രശ്നമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലെവലിൻ്റെ മേളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കണമെന്നുള്ള തീരുമാനം വന്നത്. പ്രോപ്പറായിട്ട് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയപ്പോൾ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ഇപ്പോൾ 225 കൊണ്ട് ക്ലോസ് ചെയ്യുമെന്ന് വെച്ചു. നമ്മളെ സംബന്ധിച്ച് ബൈയിങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും എൻട്രി എടുക്കില്ല. അത് ഏറ്റവും ചില ആൾക്കാർക്ക് ഇപ്പോൾ തോന്നും, ചില സമയങ്ങൾ അത് അത്തരം സാഹചര്യത്തിൽ ഞാൻ ലിമിറ്റ് ഇടേണ്ട സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും. അതല്ലെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് സെല്ലിംഗ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടാണ് എൻട്രി എടുക്കേണ്ടത്. പ്രത്യേകം മനസ്സിലാക്കുക. ബൈയിങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 15 മിനിറ്റ് ആണ്, 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിങ് കിട്ടി. നമ്മൾ വെയിറ്റ് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് 205 ക്ലോസ് ചെയ്യും. പക്ഷേ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ബൈയിങ് ക്യാൻഡിൽ ഒരിക്കലും നമ്മൾ എൻട്രി എടുക്കുക. ചില ആൾക്കാർക്ക് ഇവിടെ ലിമിറ്റ് ഇടാൻ പാടില്ല എന്നൊക്കെ ചോദിക്കും. ബാക്കറ്റ് ഇവിടെ ഇടാൻ പാടില്ലേ? ഇട്ടാ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അത് കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യണം, ഒരു സെല്ലിംഗ് ക്യാൻഡിൽ വേണ്ടി. അവിടെ സെല്ലേഴ്സ് ഫെയിൽ ആയെന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ ബ്രാക്കറ്റ് ഇടുന്ന പ്രശ്നമില്ല. കാരണം നമ്മളിപ്പോൾ ഇവിടെ 225 ക്ലോസ് ചെയ്ത് അവർ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ ബ്രാക്കറ്റ് പ്ലേസ് ചെയ്യുമെന്ന് വെച്ചോ. സംഭവിക്കാൻ പോണത് ചിലപ്പോൾ അല്ല, ഒരു 50-50 അല്ല അത്തരം സാഹചര്യത്തിലുള്ളത്. ഇപ്പം നമ്മളിവിടെ എൻട്രി എടുത്തെന്ന് വെച്ചോ, നമ്മളിവിടെ 205 നമ്മൾ ബ്രാക്കറ്റ് ലിമിറ്റ് പ്ലേസ് ചെയ്ത് നമുക്ക് എൻട്രിയും കിട്ടി. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്യുന്ന വെച്ചാൽ 200 ക്ലോസ് ചെയ്ത് നമ്മളവിടെ പൊസിഷൻ എക്സിറ്റ് ചെയ്ത് മാറേണ്ടതായിട്ട് വരും. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്ത ഒരു സെല്ലിംഗ് ക്യാൻഡിൽ കൂടി കണ്ടിട്ട് ട്രേഡിലോട്ട് പോകണം. അപ്പോൾ നമുക്ക് ഗുണം എന്താ? നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആണ്. അതല്ല എങ്കിൽ നമ്മളിവിടെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ലിമിറ്റ് ട്രേഡ് ചെയ്യണ ബ്രാക്കറ്റ് ലിമിറ്റ് ഇടണം. ട്രേഡ് കിട്ടും. ചിലപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ട്രേഡ് ചിലപ്പോൾ കിട്ടാതെ പോകും. കിട്ടണമെങ്കിൽ നമുക്ക് ഓക്കെ, കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷേ ഒരു ക്യാൻഡിൽ 15 മിനിറ്റ് ക്ലോസ് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് അവിടെ പ്രശ്നം ആരംഭിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു പൊസിഷൻ വെറുതെ എക്സിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ പിടിച്ചു നിന്നിട്ട് കാര്യമില്ല. അത് നമുക്ക് വേണ്ട എന്നുള്ള കൺസെപ്റ്റിലാണ് ആ ഒരു 5 മിനിറ്റ്. അപ്പം നമുക്ക് നോക്കണമെങ്കിൽ എന്താ, കറക്റ്റായിട്ടൊരു 30 മിനിറ്റ് നമുക്ക് നമ്മുടെ ലെവലിൻ്റെ മേലിൽ ക്ലോസിങ് കിട്ടിയാലേ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കിയൊക്കെ 30 മിനിറ്റ് ആണ് നമുക്ക് ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയാൽ മാത്രമേ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 15 മിനിറ്റ് ആണെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് എൻട്രി പോലത്തെ കൺസെപ്റ്റ് ആണ്. PAB റീടെസ്റ്റ് ആണെങ്കിൽ 30 മിനിറ്റ് ആണ് നമ്മുടെ മിനിമം നമ്മുടെ ചാർട്ട് നോക്കേണ്ട ഒരു ഇത്. അത് മനസ്സിലാക്കി. അപ്പം 15 മിനിറ്റ് പോലും ആൾക്കാർക്ക് 1 മിനിറ്റ് പോലും നോക്കാൻ പറ്റില്ല ഓപ്ഷൻസിൽ. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ വന്നെങ്കിൽ വരണ്ട. അവർക്ക് പറ്റിയ പരിപാടിയല്ല നമ്മുടെ ട്രേഡിംഗ് കൺസെപ്റ്റ്. നമ്മളിവിടെ വ്യക്തമായിട്ട് വെയിറ്റ് ചെയ്ത് 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് 30 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടാണ് ചിലപ്പോൾ നമ്മൾ ഒരു ട്രേഡൊക്കെ പ്ലാൻ ചെയ്യണത്. അപ്പോൾ അത്രത്തോളം ക്ഷമയുള്ള ആൾക്കാർ മാത്രം വരിക. കാരണം നമ്മളിവിടെ ട്രേഡ് ചെയ്യുമ്പോൾ ആ ഒരു കൺസെപ്റ്റ് ക്യാപിറ്റലിന് അത്രത്തോളം നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് ട്രേഡ് ചെയ്യണം. അത് മനസ്സിലാക്കിയേക്കാം. അല്ലാതെ 1 മിനിറ്റിൽ 30 സെക്കൻഡിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടിക്കുന്ന കുറേ ആൾക്കാരെ കാണാം. കോൾ എടുക്കുമ്പോൾ പുട്ടെടുക്കുമ്പോൾ കോൾ എടുക്കും, പുട്ടും കോളും പൊട്ടുമ്പോൾ വേറെ എന്തെങ്കിലും എടുക്കും. അതൊക്കെ അവർക്ക് തന്നെ പരിപാടിയാണ്. പക്ഷേ പ്രോപ്പറായിട്ടൊരു പ്രോ ട്രേഡർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവനെ സംബന്ധിച്ച് അവന് വ്യക്തമായിട്ടുള്ള റൂളുകളുണ്ട്. അവനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അവൻ പരിപാടി നിർത്തും.
ടാർഗറ്റ് ആണ് അതും പരിപാടി എടുത്തു. അല്ലാതെ സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ അത് കവർ ചെയ്യാൻ വേണ്ടി പോകാനോ ടാർഗറ്റ് അവൻ്റെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി ഗ്രീഡി ആയിട്ട് പോകാനോ അതൊന്നും ഒരു പ്രോ ട്രേഡറിന് പറ്റുന്ന പരിപാടിയല്ല. അതുകൊണ്ടാണ് ഞാനൊരു പ്രോ ലെവലിൽ സംസാരിക്കണം. കാരണം നമ്മൾ പ്രൊഫഷണൽ ട്രേഡറാണ്. നമ്മൾ ട്രേഡിങ്ങിലൂടെയാണ് നമ്മുടെ മേജർ ഇൻകം ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആൾക്കാരും കോഴ്സ് വിറ്റാണ് മേജർ ഇൻകം. പക്ഷെ നമ്മളൊക്കെ അങ്ങനെ ചെയ്യാൻ എനിക്ക് കോഴ്സും ഇല്ല കേട്ടോ. പിന്നെ കോഴ്സ് ഞാൻ ലോഗിൻ ചെയ്യുന്നുണ്ട്. അല്ല കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ലൈവ് മാർക്കല്ല ട്രയൽ കൊടുക്കും. ലൈവ് മാർക്കല്ല അവർക്കിപ്പോൾ എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നാലും ഞാനൊരിക്കലും ഡയറക്റ്റ് എടുപ്പിക്കില്ല. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ അവരെ ബോധിപ്പിക്കും. കാരണം നമ്മൾ ഇതൊക്കെയാണ് അത് ലൈവ് മാർക്കല്ല, വെറുതെ ആഫ്റ്റർ മാർക്കറ്റ് അല്ല, ലൈവ് മാർക്കറ്റിൽ നമ്മൾ ഇങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്, ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്, ഇതാണ് നമ്മൾ ട്രേഡ് എടുക്കണ ഏരിയ, ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്, അതും ബ്രാക്കറ്റ് ഓർഡറിൽ, ഇതാണ് നമ്മുടെ മിനിമം ടാർഗറ്റ് 50 പോയിന്റ്. അതൊക്കെ കിട്ടി അവർക്ക് ഓക്കെയാണ്. അവർ നമ്മുടെ കൺസെപ്റ്റ് പഠിക്കാൻ ഓക്കെയാണ്, അവർക്ക് ജോയിൻ ചെയ്യാന്നേ. അതല്ല അവർക്ക് തോന്നണേ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ട് ഇത് പോരാ, എനിക്ക് പറ്റുന്ന പരിപാടിയല്ല ഈ ഒരു ട്രേഡിംഗ് കൺസെപ്റ്റ്. കാരണം ട്രേഡിങ്ങിലെ പ്രത്യേകത ഏതാ, പല മെൻറ്റേഴ്സിനും പല പല ട്രേഡിംഗ് കൺസെപ്റ്റാണ്. കാരണം 1000 ട്രേഡിംഗ് സ്ട്രാറ്റജി ഇവിടെ ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഒരിക്കലും പഠിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ തപ്പിയെടുക്കുക. അത് നിങ്ങൾ തപ്പിയെടുക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് നമ്മൾ 14 ദിവസത്തെ ട്രയൽ. നിങ്ങൾക്ക് 14 ദിവസത്തെ ട്രയൽ വന്നിട്ട് നിങ്ങൾക്ക് തോന്നണേണ ഇത് എനിക്ക് പറ്റുന്ന ആ ഒരു കൺസെപ്റ്റ് അല്ല, ഓക്കെ നിങ്ങൾ 14 ദിവസം കഴിഞ്ഞ് ബൈ ബൈ പറഞ്ഞാൽ പോണേണ്. അപ്പം നിങ്ങൾക്ക് ഗുണം എന്താ, കാശ് പോണില്ല. അതല്ല എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പല മെൻറ്റേഴ്സിൻ്റെയും ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ അവരെ പോലെ എനിക്ക് പൈസ ഉണ്ടാക്കാമെന്ന് പറയുന്നത് നിങ്ങൾ ട്രേഡ് ചെയ്യണേണ. നിങ്ങൾ ട്രേഡ് ചെയ്ത് ഓഫ് കോഴ്സ് പൈസ പോകും. കാരണം ആ ഒരു കൺസെപ്റ്റ് അവർക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യേണ്ട കൺസെപ്റ്റ് നിങ്ങളാണ്. അത് ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല, നമ്മൾ പറയുമ്പോൾ തെറി വിളിക്കും. പക്ഷേ ഒരു 2-3 വർഷം ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ 3 വർഷം കഴിഞ്ഞിട്ടൊരു ഇപ്പോൾ വന്ന ഒരാളെ സംബന്ധിച്ച് എന്നെ തെറി വിളിക്കും. പക്ഷെ അവനറിയില്ല. പക്ഷെ അവൻ ഈ ഒരു ഫീൽഡിൽ 3-4 വർഷം നിന്ന് കഴിഞ്ഞ് ഈ ഒരു വീഡിയോ കേൾക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവന് മനസ്സിലാവും. ശരിയായിരുന്നു ആ ഒരു ചേട്ടൻ പറഞ്ഞത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ല ട്രേഡിങ്. ഇത് ജസ്റ്റ് അവർ കോഴ്സ് സെല് ചെയ്യാൻ വേണ്ടി പലതും പറയും. പക്ഷേ റിയാലിറ്റിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഇതല്ല അവസ്ഥ. ക്യാഷ് നല്ല രീതിയിൽ പോവും. വളരെയധികം നമുക്ക് ചീത്തപ്പേരുകളും വളരെയധികം നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റൊക്കെ വേറെ ലെവലിലോട്ട് താഴ്ന്നു പോകും. ക്യാഷ് ഇല്ലാതെ വരും, കുറേ പ്രശ്നങ്ങൾ വരും, നമ്മുടെ ജീവിതത്തിനെ ബാധിക്കും, നമ്മുടെ കൂട്ടുകാർ പോവും, നമ്മുടെ സുഖ സൗകര്യങ്ങളൊക്കെ നമ്മൾ വിട്ടിട്ട് ഇതിൻ്റെ പുറകെ നടക്കുമ്പോൾ നമുക്കൊരു ലെവലിലെത്തുമ്പോൾ പിന്നെ മനസ്സിലായി ഇതാണ് നമ്മുടെ ട്രേഡിങ്ങിൻ്റെ ആ ഒരു എഡ്ജ്. അത് നിങ്ങൾ എടുക്കുന്ന ടൈമോട് കൂടി നിങ്ങൾ ഇത്ര നാൾ കളഞ്ഞ ആ ഒരു വർഷങ്ങൾ വെറും 2-3 മാസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ 10 മടങ്ങ് അല്ലെങ്കിൽ 100 മടങ്ങ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ട്രേഡിങ്. പക്ഷെ അതുകൊണ്ടാണ് നമ്മുടെ കൺസെപ്റ്റ് ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും ട്രയൽ കൊടുക്കുന്നത്. 14 ദിവസം നമ്മുടെ ലൈവിൽ നിങ്ങൾ ഇരിക്കുക, എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ ഓക്കെ ആണോ, ഓക്കെ നിങ്ങൾ നമ്മുടെ കോഴ്സ് എടുക്കാൻ ഓക്കെ ആണ്. അതല്ല നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇത് പോരട്ടെ, ഇയാൾ ആകെ തട്ടിപ്പാണ്, ഇവൻ്റെ കൂടെ ഞാൻ ഈ ഒരു പൈസ കൊടുത്ത് ജോയിൻ ചെയ്ത് എൻ്റെ ക്യാഷ് പോകാണ്ട് ഞാൻ ജോയിൻ ചെയ്യണില്ല. ഞാനൊരു ഓപ്ഷൻ അങ്ങനെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേരളത്തിലുള്ള ഒരു മെൻറ്ററും അങ്ങനെ തരില്ല. കാരണം ലൈവ് മാർക്കറ്റിൽ കാര്യങ്ങൾ പറഞ്ഞാൽ പിള്ളേർ തെറി വിളിക്കും. കാരണം ആഫ്റ്റർ മാർക്കറ്റ് പലതും പറയാം. ആഫ്റ്റർ മാർക്കറ്റ് ഇവിടെ ബൈ ചെയ്യിച്ചെങ്കിൽ അങ്ങനെയാണ്, ആനയായിരുന്നു, ചേനയാണ്, കുതിരയാണ്. പക്ഷേ ലൈവ് മാർക്കറ്റിൽ പറയാൻ പറ്റും ഇവൻ്റെ എത്രത്തോളം അവന് ആ ഒരു ട്രേഡിംഗ് കൺസെപ്റ്റിൽ അവൻ കോൺഫിഡൻ്റ് ആണ്, എത്രത്തോളം അവൻ്റെ ആ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നുണ്ട് ലൈവ് മാർക്കറ്റിൽ. എന്നിട്ട് നിങ്ങൾ കോഴ്സ് എടുക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും പറ്റിക്കപ്പെടും. കാരണം കേരളത്തിലുള്ള ആൾക്കാർ പൊതുവേ പറ്റിക്കപ്പെടാൻ വേണ്ടി നിന്ന് കൊടുക്കണേണ്. അവർ ഒരു കഴുത്തിലൊരിത് തൂക്കിയിട്ട് നടക്കണം, എന്നെ പറ്റിച്ചോ എന്നും പറയും. സത്യം പറഞ്ഞ ആൾക്കാർ, റിയാലിറ്റി പറഞ്ഞ ആൾക്കാർ അവൻ ആദ്യം കല്ലെറിയും. എന്നിട്ട് എല്ലാം പോയി കഴിഞ്ഞായിരിക്കും അവൻ ആ സത്യം പറഞ്ഞ ആളുടെ അടുത്ത് വന്നത്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയണത്. ഞാനൊരു സത്യവാനൊന്നുമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രേഡിംഗ് ആണ്, ബിസിനസ്സാണ്. ലോസും വരും, പ്രോഫിറ്റും വരും. പക്ഷേ ലോസ് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നു, പ്രോഫിറ്റ് മാക്സിമം എടുക്കാൻ വേണ്ടി മിനിമമെങ്കിലും ഒരു 50 പോയിന്റ് അല്ലെങ്കിൽ 30 പോയിന്റ് എടുക്കണമെങ്കിൽ നമുക്ക് എൻഡ് ഓഫ് ദ മന്ത് ഒരു മാന്യമായ റിട്ടേണിൽ എൻഡ് ചെയ്യുക. അതല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കോടികൾ ഡെയിലി എടുക്കണ ഒരു വീഡിയോ കാണാറുണ്ട്, അതൊക്കെ ഫേക്കാണ്. അങ്ങനെ അതൊക്കെ ഞാൻ പറയാനുള്ളത്. അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തെറി വിളിക്കും. എടുക്കാൻ പറ്റും, എടുക്കാൻ പറ്റായികയൊന്നുമില്ല. പക്ഷേ പതുക്കെ നിങ്ങൾ വളരാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഒരു വിഷയത്തിൽ നിന്ന് മാറിപ്പോണ്. അപ്പം നിങ്ങൾ ഏതൊരാളുടെ ട്രേഡിംഗ് കോഴ്സ് എടുക്കണമെങ്കിലും ഒരു 14 ദിവസമെങ്കിലും ട്രയൽ ലൈവിൽ ഇരിക്കാൻ വേണ്ടി ചോദിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റ് ആണെങ്കിൽ മാത്രം കോഴ്സ് എടുക്കുക. അതല്ല എങ്കിൽ വെറുതെ കോഴ്സ് ഫീ അവർ കൊടുക്കാമെന്ന് മാത്രം. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ പൊതുവെ ആൾക്കാർ പറ്റിക്കപ്പെടാൻ വേണ്ടി നിന്ന് കൊടുക്കണേണ്. കാരണം ക്രിപ്റ്റോ ഫോറക്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർ വീഴണേണ്. 1.5 കോടി ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു മാസം കൊണ്ട് 50 കോടി കിട്ടുമെന്ന് പറഞ്ഞാൽ അവൻ പിന്നെ ഒന്നും നോക്കാമല്ലോ, അവൻ വീട് വിറ്റ് ആ പൈസ കൊണ്ടേ കൊടുക്കും. ഒരു മാസം കഴിഞ്ഞ് പിന്നെ അവരെ കാണൂല, അവൻ പോയി ആ പൈസയും കൊണ്ട് ഇഷ്ടം പോലെ ഏകദേശം 90% കേസുകൾ അങ്ങനെയാണ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട്. ഈ അടുത്ത് അവധൂത് സാത്തെ
ഏറ്റവും വലിയ സെബീൻ്റെ ഒരു സ്ട്രൈക്ക് വന്നിട്ടുണ്ട്. 601 കോടി രൂപയാണ് ആ ഒരു വ്യക്തി കോഴ്സ് വിറ്റ്, കാരണം കള്ളം പറഞ്ഞുകൊണ്ട് കോഴ്സ് വിറ്റ് ജീവിക്കണത്. എന്നിട്ട് പുള്ളി ട്രേഡിങ്ങിൽ 100% ലോസാണ്. പക്ഷേ കോഴ്സ് വിറ്റ് 601 കോടി രൂപ ഉണ്ടാക്കി. എന്നിട്ട് മൊത്തം സെബി തിരിച്ചടക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാരണം അവർ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റിന് പോലും 10 പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. എന്നിട്ട് ലോസ് വന്ന സ്റ്റുഡൻറ്റിന് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ വീഡിയോ തേക്കണേ, ഞാൻ ട്രേഡ് ചെയ്ത് 1.5 കോടി ഉണ്ടാക്കി, ഞാൻ ട്രേഡ് ചെയ്ത് 25 ലക്ഷം ഉണ്ടാക്കി. പക്ഷേ സെബി അവൻ്റെ റിയൽ ആയിട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ട് എടുത്ത് പരിശോധിച്ചപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ലോസാ. ഒരാൾ പോലും പ്രോഫിറ്റ് അല്ല. അപ്പം ഇങ്ങനത്തെ ഒരു മേഖലയാണ്. അതുപോലെ തന്നെ അസ്മിത പട്ടേൽ ആ ഒരു വ്യക്തിയും ഇതുപോലെ തന്നെ സെയിം ആയിട്ട് ആൾക്കാരെ സ്കാം ചെയ്ത് സെബീൻ്റെ പിടിവീണ്. അതുപോലെ തന്നെ ബാപ്പ് ഓഫ് ചാർട്ട് ആൾക്കാരെ പറ്റിച്ച് കോഴ്സ് വിറ്റ് പൈസ ഉണ്ടാക്കി, ആൾക്കും പിടിവീണ്. ഇതുപോലെ തന്നെ കേരളത്തിലും വരും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം കേരളത്തിലും ധാരാളം ഇതുപോലെ തന്നെ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്നത്. ഈ ഒരു കോഴ്സ് എടുത്ത് ഞാൻ നിങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പാവപ്പെട്ട ആൾക്കാരെ അവരെ കോഴ്സ് എടുപ്പിക്കും, ലോൺ എടുത്ത് അവർ കോഴ്സൊക്കെ ജോയിൻ ചെയ്യും. അവരെ സംബന്ധിച്ച് ആ ഒരു 25,000 50,000 എടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. പക്ഷേ ഈ ഒരു തല്ലിപ്പൊളി കോഴ്സും പഠിച്ച് അവൻ ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ അവൻ്റെ സമയം പോണേണ്, അവൻ്റെ ക്യാഷ് പോണേണ്, അവൻ്റെ സൈക്കോളജി പോണേണ്. അവസാനം അവൻ കുത്തുവാളെടുത്ത് ഗൾഫിലോട്ടോ UK-ലോട്ടോ അവൻ നാട് കടന്ന് ആ ഒരു കടം വീട്ടാൻ വേണ്ടി പോകുന്ന അവസ്ഥയിലാണ് ഇത്ര ആൾക്കാരുണ്ട് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയണത്, ഏതൊരാൾക്കാരുടെ എനിക്കും കോഴ്സ് ഉണ്ട്, പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ 14 ദിവസം ട്രയലാണ് കൊടുക്കുന്നത്. ലൈവ് മാർക്കറ്റിൽ ഒരു പ്രീ കോഴ്സ് ട്രയൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ എൻറോൾ ചെയ്യാം. നമ്മൾ ഏകദേശം കുറച്ച് ആൾക്കാർ എൻറോൾ ചെയ്തിട്ടുണ്ട്, കാരണം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒരു ബാച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഗൂഗിൾ ഫോം ഇട്ടേക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ട്രയൽ എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ട്രയൽ എടുക്കാൻ വേണ്ടി എനിക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. 14 ദിവസം ട്രയൽ തരാം, എല്ലാവർക്കും ട്രയൽ തരാം. എന്നിട്ട് നിങ്ങൾക്ക് ട്രയൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി പഠിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റിൽ ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ നമ്മുടെ ആ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫോമിൽ എൻറോൾ ചെയ്യാം. അതിന് വേറെ ഫീ ഒന്നുമില്ല. കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ നിങ്ങളെ വിളിക്കുന്നതാണ്. ആ ഒരു ടൈമിൽ മാത്രം പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഗൂഗിൾ ഫോമിലുണ്ട്. ഇനി എത്ര രൂപയെന്ന് ആരും ചോദിക്കേണ്ട, അത് നിങ്ങൾക്ക് അതിനകത്ത് കാണാം. അതുപോലെ തന്നെ ലൈവ് മാർക്കറ്റ് ട്രയൽ ആയിരിക്കും. ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ ഇരിക്കുക, നിങ്ങൾക്ക് ഫ്രണ്ട് ടെസ്റ്റ് ചെയ്യുക ലൈവ് മാർക്കറ്റിൽ നമ്മുടെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ. എന്നിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നെങ്കിൽ മാത്രം എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ PA ടെസ്റ്റാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മുടെ കൺസെപ്റ്റിൽ നമുക്ക് ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനും അറിയാം ഇതെന്താണെന്നൊക്കെ. വീണ്ടും പറഞ്ഞാൽ എന്താണെന്ന് അവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും. പക്ഷേ നമ്മൾ 5 മിനിറ്റിൽ നിന്ന് 15 മിനിറ്റ് ഷിഫ്റ്റ് ആയി. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തേ 225 ക്ലോസ് ചെയ്ത് നമ്മുടെ എൻട്രി പോയിന്റ് 205 ലിമിറ്റ് ഇടാൻ പറ്റുമോ? ഇല്ല. റിസ്ക് ആണ്, ശരിക്കും റിസ്ക് ആണ്. നമുക്കൊരു സെല്ലിംഗ് ക്യാൻഡിൽ കിട്ടണം. നമ്മൊരു സെല്ലിംഗ് ക്യാൻഡിൽ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ടാപ്പ് ചെയ്ത് ഇത് പ്രത്യേകം മനസ്സിലാക്കി. ഇവിടെ നമ്മൾ ചെറിയൊരു വ്യത്യാസം വരുത്തുക, അത് മനസ്സിലാക്കി. ഇവിടെ ചെറിയൊരു വ്യത്യാസം, ഒരു വ്യത്യാസവും ഇല്ല, സിമ്പിൾ കാര്യമാണ്. സെല്ലിംഗ് ക്യാൻഡിൽ ടാപ്പ് ചെയ്ത് ഫെയിലാണേണ, ഫെയിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് അതിൻ്റെ മേളിൽ തന്നെ ക്ലോസ് ചെയ്യണേണ നമുക്ക് ഫുൾ ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യാം. ഇപ്പോൾ അവരെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണത് 208 അല്ലെങ്കിൽ 210 ക്ലോസ് ചെയ്യുന്ന വെച്ചോ. ഫസ്റ്റ് ബൈയിങ് ക്യാൻഡിൽ 225 ക്ലോസ് ചെയ്ത് നമ്മൾ ഒരിക്കലും ബൈയിങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി എടുക്കില്ല, അത് മനസ്സിലാക്കിയേക്കാം. ഇത് PA ടെസ്റ്റ് ആണ്. ബൈയിങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് എൻട്രി എടുക്കണം, ഒരു ടൈപ്പ് എൻട്രി മാത്രമേ ഉള്ളൂ. അത് വ്യക്തമായിട്ട് ഞാൻ നെക്സ്റ്റ് ഇതിൽ പറയും. ഫസ്റ്റ് പറഞ്ഞാൽ ഡയറക്റ്റ് എൻട്രി, രണ്ടാമത്തെ എൻട്രി ഇത് PA ടെസ്റ്റ്, പ്രൈസ് ആക്ഷൻ ബേസ് എൻട്രി. കാരണം പ്രൈസ് താഴെ ഇറങ്ങി അവിടെ നിന്ന് ബയേഴ്സ് പൊക്കിക്കൊണ്ട്, ഇതാണ് നമ്മുടെ സിഗ്നേച്ചർ എൻട്രി. ഇതിൽ നമുക്ക് 100% ക്വാണ്ടിറ്റി എടുക്കാം. സെല്ലേഴ്സ് ടാപ്പ് ചെയ്ത് ഫെയിലായി കഴിഞ്ഞാൽ നേരെ, കാരണം എല്ലാം ഓക്കെ, കാരണം ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ ഡിഫറൻസ് 10 രൂപേൻ്റെ താഴെയാണ്, എല്ലാം ഓക്കെയാണ്. എന്താ ചെയ്യേണ്ടത്? എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ബ്രാക്കറ്റ് ലിമിറ്റ് പ്ലേസ് ചെയ്യുക. 205 നമ്മുടെ എൻട്രി പ്രൈസിൽ ബ്രാക്കറ്റ് ലിമിറ്റ് പ്ലേസ് ചെയ്യുക. ബ്രാക്കറ്റ് വീണ ടൈമിൽ തന്നെ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ബ്രോക്കർ തന്നെ ഇട്ടോളൂ. നിങ്ങൾ അതിൻ്റെ പുറകെ ഓടണ്ട. ചില ആൾക്കാർക്ക് പേടിയായിരിക്കും, ഈ സാധനം എൻട്രി എടുത്തു കഴിഞ്ഞ് പിന്നെ ലിമിറ്റ് ഇടാൻ വേണ്ടി പോയാൽ എന്ത് സംഭവിക്കും? ചിലപ്പോൾ സഡൻ സ്പൈക്കിൽ 205 വരെ ചിലപ്പോൾ ഈ സാധനം 150 പോയി കിടക്കും. അത്തരം സാഹചര്യം നമ്മൾ എങ്ങനെയാണ് കുറക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇട്ടുണ്ടാവും. ഇപ്പം നമ്മൾ എൻട്രി എടുത്ത് പെട്ടെന്നൊരു സഡൻ ഫോളോ വന്ന് നമുക്ക് 10 പോയിന്റേ പോകുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു SL ഇടുന്ന സംഭവിക്കും, ചിലപ്പോൾ 30, 40, 50 പോയിന്റ് പോയിരിക്കും. ആ ഒരു സംഭവം നമ്മൾ ബൈപ്പാസ് ചെയ്യണതാണ് ബ്രാക്കറ്റ് ഓർഡർ. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ 100% വ്യക്തതയോടെയാണ് പറയണത്, അത് മനസ്സിലാക്കി. 100% വ്യക്തത ഇവിടെയാണ് പറയണത്. ഒരാൾക്ക് പോലും കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു ഡൗട്ട് വരരുത് എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ ഈ ഒരു കൺസെപ്റ്റ് പറയണത്. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന കൺസെപ്റ്റ്. അതുകൊണ്ട് ഇതിനകത്ത് ഡൗട്ടൊന്നുമില്ല. നമുക്കൊരു റോബോട്ടിനെ പോലെ ട്രേഡ് ചെയ്യാം. റോബോട്ട് ലൈക്ക് എ റോബോട്ട് ട്രേഡിങ്, അത് പറയാമല്ലോ.
പ്രോപ്പറായിട്ട് കണ്ടീഷൻ ആക്റ്റീവ് ആയി കഴിഞ്ഞ് നേരെ ബ്രാക്കറ്റ് പ്ലേസ് ചെയ്തേക്കുക. സ്റ്റോപ്പ് ലോസ് അടിക്കണോടെ വേണ്ട, 10 പോയിന്റ് പോകും. അതല്ല മിനിമം ടാർഗറ്റ് എത്രയാണ്? 30 പോയിന്റ് അല്ലെങ്കിൽ 50 പോയിന്റ്. ഫസ്റ്റ് ടാർഗറ്റ് 30 പോയിന്റ് ആണ്, സെക്കൻഡ് ടാർഗറ്റ് 50 പോയിന്റ് ആണ്. അതെടുക്കുക, ഹാപ്പി ആവുക, പോവുക, അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ PAB ടെസ്റ്റ്, പ്രൈസ് ആക്ഷൻ ബേസ് എൻട്രി. പിന്നെ ഇവിടെ നമ്മൾ 50%, ഇപ്പം നമുക്ക് പ്രോപ്പറായിട്ട് സെല്ലേഴ്സ് ടാപ്പ് ചെയ്ത് ഫെയിൽ ആവുകൊണ്ട് നമുക്ക് 100% എടുക്കാം. പക്ഷേ ചില സമയങ്ങളിൽ, അതും പറഞ്ഞേക്കാല, ചില സമയങ്ങളിൽ അതും കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. $220 ക്ലോസ് ചെയ്ത് ചില സമയങ്ങളിൽ സെല്ലിംഗ് ക്യാൻഡിൽ ടാപ്പ് ചെയ്യില്ല. സെല്ലിംഗ് ക്യാൻഡിൽ കിട്ടും. നമ്മളെപ്പോഴും സെല്ലിംഗ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് എൻട്രി എടുക്കുന്നത്. ഡയറക്റ്റ് എൻട്രിയിലും സെല്ലിംഗ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടാണ്, PAB ടെസ്റ്റിലും സെല്ലിംഗ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് ഒരു എൻട്രിയിൽ മാത്രമാണ് ബൈയിങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്നത്. അത് ഞാൻ പറയാം, എല്ലാം നമുക്ക് വഴിയെ പറയാം. നമ്മൾ വളരെ ഈസി ആയിട്ടാണ്, വളരെ സിമ്പിളായിട്ടാണ്, ഒരു ടെൻഷനും ഇല്ലാതെ നമ്മൾ ട്രേഡ് ചെയ്യണത്. അതാണ് പ്രത്യേകത. ട്രേഡ് ചെയ്യുമ്പോൾ, ഓപ്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ ടെൻഷൻ ഫ്രീ. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഒരു ടെൻഷനും വേണ്ട. കാരണം നമുക്ക് ലോസ് അറിയാം. നമുക്ക് പണി കിട്ടി എത്ര കിട്ടും? 10 പോയിന്റ് പോകും. പ്രോഫിറ്റ് കിട്ടി എത്ര കിട്ടും? മിനിമം 50 പോയിന്റ് കിട്ടും. അത്രേ ഉള്ളൂ. എൻ്റെ അവസ്ഥ വന്ന് നമുക്ക് എങ്ങനെയായിരിക്കും? ഒരു മാന്യമായ റിട്ടേൺ, ക്യാഷ്, അതായത് കൊണ്ടുതന്നെ ക്യാഷ് പോകാതെ ഒരു മാന്യമായ റിട്ടേൺ. അതാണ് എൻ്റെ ഒരു പോളിസി. അതല്ല നമ്മളൊരു കൺസെപ്റ്റ്, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്. അതല്ലാതെ ഒറ്റയടിക്ക് വന്ന് 1 ലക്ഷം 10 ലക്ഷം ആക്കണ കൺസെപ്റ്റ് അല്ല ഫോളോ ചെയ്യണത്. 1 ലക്ഷത്തിന് പതുക്കെ ഒരു മാന്യമായ റിട്ടേൺ നമുക്ക് ഉണ്ടാക്കണം കൺസെപ്റ്റ്. അതിനുവേണ്ടിയാണ് നമ്മൾ ലൈവ് മാർക്കിൽ ട്രയൽ കൊടുക്കുന്നത്. പ്രോപ്പറായിട്ട് ചില സമയത്ത് നമുക്ക് സെല്ലിംഗ് ക്യാൻഡിൽ കിട്ടും. ഒരു സെല്ലിംഗ് ക്യാൻഡിൽ കിട്ടിയെന്നിരിക്കും, പക്ഷെ അവർ ടാപ്പ് ചെയ്യില്ല. സെല്ലിംഗ് ക്യാൻഡിൽ കിട്ടി, സെല്ലേഴ്സ് ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ ടാപ്പ് ചെയ്യാതെ, പ്രൈസ് ഇവിടെ ടാപ്പ് ചെയ്യാതെ നിൽക്കും. ചിലപ്പോൾ ഇവിടെ 210 തന്നെ ക്ലോസിങ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്താ സംഭവം? പ്രൈസ് ഇവിടെ ടാപ്പ് ചെയ്തിട്ടില്ല 15 മിനിറ്റ്. അല്ലെ സെല്ലിംഗ് ക്യാൻഡിൽ ടാപ്പ്, 15 മിനിറ്റ് വേണ്ട, സെല്ലിംഗ് ക്യാൻഡിൽ 15 മിനിറ്റ് ക്ലോസിങ് കിട്ടിയിട്ടില്ല, ടാപ്പ് ചെയ്ത് കിട്ടിയിട്ടില്ല. അത്ര സാധ്യത നമുക്ക് എന്ത് ചെയ്യും? ട്രേഡ് എടുക്കാൻ വേണം. കണ്ടീഷനൊക്കെ ആക്റ്റീവ് ആണ്, പക്ഷെ ടാപ്പ് ചെയ്തിട്ടില്ല. അതൊരു പ്രശ്നമാണ്. അപ്പം അത്ര എന്ത് ചെയ്യും? 50% ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാം. 50% ക്വാണ്ടിറ്റി ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. കാരണം 10 ലോട്ട് എടുക്കുന്ന ആൾക്കാർക്ക് 5 ലോട്ട് എടുക്കാം. കാരണം അവിടെ റിസ്ക് ഉണ്ട്, സെല്ലിംഗ് ക്യാൻഡിൽ ടാപ്പ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ അവർ സെല്ലിംഗ് ക്യാൻഡിൽ ടാപ്പ് ചെയ്യാൻ വേണ്ടി വന്ന് നമ്മുടെ സ്റ്റോപ്പ് അടിച്ചിട്ട് കയറിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് 50%. അതല്ല സെല്ലേഴ്സ് ടാപ്പ് ചെയ്ത് ഫെയിലായി. കാരണം സെല്ലേഴ്സ് ടാപ്പ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു ലിക്വിഡിറ്റി എടുക്കുക. തമാശക്ക് പറഞ്ഞല്ല, ഇതിന്റെ പുറയിലുള്ള ആ ലോജിക്ക് പറയണേ. അവർ ആ ലിക്വിഡിറ്റി ബൈയിങ് ക്യാൻഡിൽ കിട്ടി, സെല്ലേഴ്സ് ചിലപ്പോൾ ഇവിടം വരെയൊക്കെ എത്തിച്ചെന്നിരിക്കും. ചിലപ്പോൾ ആ സാധനത്തിന് അവർ 150 പ്രൈസ് എത്തിക്കും. കാരണം SMC എന്നൊക്കെ പറഞ്ഞ സാധനമില്ലേ, സ്മാർട്ട് മണീസ് കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇവരൊക്കെ എൻട്രി എടുക്കണത് ഈ ഒരു റീറ്റെയിലേഴ്സിന്റെ സ്റ്റോപ്പ് അടിച്ചുകൊണ്ടാണ് അവർ എൻട്രി എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ അവർ ചിലപ്പോൾ 100 എത്തിച്ചെന്നിരിക്കും. പ്രൈസ് 100 എത്തിച്ചിട്ട് അവിടെ നിന്ന് അവർ പൊക്കും. കാരണം ഇവിടെയുള്ള സ്റ്റോപ്പൊക്കെ ഇറ്റാക്കി അവർക്കുള്ള എൻട്രി ഒക്കെ എടുത്തിട്ട് അവർ ക്യാൻഡിൽ ഇവിടെ പോയി ക്ലോസ് ചെയ്ത്, നമുക്ക് ക്ലോസിംഗ് ആണ്. ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കണത് 210 ക്ലോസ് ചെയ്ത്. നമ്മളെ സംബന്ധിച്ച് എന്താ? 100% ക്വാണ്ടിറ്റി ഡിപ്ലോയ് ചെയ്യാം, ഒരു സംശയവുമില്ല. ഇതാണ് നമ്മുടെ ട്രേഡിംഗ് കൺസെപ്റ്റ്. ഇനി നമ്മുടെ നെക്സ്റ്റ് എൻട്രി ആയിട്ടുള്ള ബയേഴ്സ് ടേക്ക് ഓവർ. നമ്മൾ 3 എൻട്രി മാത്രമേ ഫോളോ ചെയ്യണം. ഡയറക്റ്റ് എൻട്രി, PAB ടെസ്റ്റ്. അപ്പോൾ സിഗ്നേച്ചർ എൻട്രി ഇതാണ് നമ്മുടെ മോസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന എൻട്രിയാണ് ഇപ്പോൾ കാണിച്ചത്. PAB ടെസ്റ്റ്, പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എൻട്രി. പിന്നെ നമ്മുടെ നെക്സ്റ്റ് എൻട്രിയാണ് ബയേഴ്സ് ടേക്ക് ഓവർ. ബയേഴ്സ് ടേക്ക് ഓവർ എന്ന് പറയുമ്പോൾ നമ്മുടെ എൻട്രി പോയിന്റ് ആണ് 205 അല്ലെങ്കിൽ 210 നമ്മുടെ എൻട്രി എന്ന് വെച്ചു. 205 എന്തോ ആയിക്കോട്ടെ, നമുക്ക് 230 എൻട്രി, അല്ലെങ്കിൽ 240 എൻട്രി, എന്തോ 240 നമ്മൾ എൻട്രി. ഈ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എൻട്രിയിൽ മാത്രമാണ് നമ്മൾ ബൈയിങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ ലിമിറ്റ് പ്ലേസ് ചെയ്യണത്. പ്രോപ്പറായിട്ട് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ നമ്മുടെ ലെവലിൻ്റെ താഴെ ക്ലോസ് ചെയ്ത് എന്ന് വെച്ചോ, നമ്മുടെ ആ ഒരു എൻട്രി % താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യേക്കണത് 200 ക്ലോസ് ചെയ്യുന്ന വെച്ചോ. നമ്മളെ സംബന്ധിച്ച് എന്താ? സെല്ലിംഗ് ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും ഇല്ല. നമ്മുടെ ലെവലിൻ്റെ മേളിൽ ഒരു ക്യാൻഡിലെ ക്ലോസിങ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എൻട്രിനെ പറ്റി പരിഗണിക്കാൻ പറ്റുള്ളൂ. പ്രോപ്പറായിട്ട് താഴെ ക്ലോസ് ചെയ്ത് നമ്മൾ നോക്കിയിരിക്കും. ഇത് മനസ്സിലാക്കിയേക്കാം. നെക്സ്റ്റ് ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിലുണ്ട് വീണ്ടും സെല്ലിംഗ് ക്യാൻഡിലുണ്ട്. നമ്മുടെ കൺസെപ്റ്റ്, നമ്മുടെ ഈ ഒരു പറഞ്ഞ കൺസെപ്റ്റ് അല്ല. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ, അടുത്ത ക്യാൻഡിൽ തന്നെ ബയേഴ്സ് അതിൻ്റെ മേളിൽ ക്ലോസ് ചെയ്യുന്ന വെച്ചോ. അവർ ഒരു 250 അല്ലെങ്കിൽ 240 246 പോയി 250 ക്ലോസ് ചെയ്തു, ഒരു പ്രശ്നമില്ല. എന്ത് സംഭവിച്ചു?
നമുക്ക് നേരെ ഇവിടെ ബ്രാക്കറ്റ് ലിമിറ്റ് പ്ലേസ് ചെയ്യാം. കാരണം ഇതിനെ പറയണതാണ് ബയേഴ്സ് ടേക്ക് ഓവർ. ഇതാണ് നമ്മുടെ ബയേഴ്സ് ടേക്ക് ഓവർ കൺസെപ്റ്റ്. നമ്മൾ ബ്രേക്ക് ഔട്ട് എൻട്രികൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. ആ ഒരു ടൈപ്പ് എൻട്രി വേണ്ട. ഇനി ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് എൻട്രി, നമ്മുടെ സിഗ്നേച്ചർ എൻട്രി ആയിട്ടുള്ള PAB ടെസ്റ്റ്. മൂന്നാമത്തെ എൻട്രിയാണ് ബയേഴ്സ് ടേക്ക് ഓവർ. ബയേഴ്സ് ടേക്ക് ഓവർ കിട്ടിക്കഴിഞ്ഞാൽ ബൈയിങ് ക്യാൻ, പിന്നെ നമ്മളിവിടെ ഒരു സെല്ലിംഗ് ക്യാനിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. കാരണം ഇവിടെ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞ് സെല്ലേഴ്സ് താഴെ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാനിൽ തന്നെ ബയേഴ്സ് കയറി. അതാണ് അവിടെ പ്രത്യേകത. അപ്പോൾ ഇവിടെ ഒരു സെല്ലിംഗ് ക്യാനിൽ ക്ലോസ് ചെയ്ത് വീണ്ടും സെല്ലിംഗ് ക്യാനിൽ വന്ന് ഇവിടെ ബൈയിങ് ക്യാനിൽ വന്ന് എല്ലാം ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ട് വീണ്ടും ഇവിടെ ക്ലോസ് ചെയ്ത് കയറണതാണ് ബയേഴ്സ് ടേക്ക് ഓവർ. അല്ല, അത് മനസ്സിലാക്കിയേക്കാം. ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ ബയേഴ്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബയേഴ്സ് ടേക്ക് ഓവർ ആക്റ്റീവായി നേരെ ബ്രാക്കറ്റ് പ്ലേസ് ചെയ്യാം. എല്ലാം അതുപോലെ തന്നെ 10 പോയിന്റ് മാക്സിമം സ്റ്റോപ്പ് ലോസ്. അതും സിസ്റ്റത്തിൽ വെറുതെ വായിൽ വരച്ച വര പോലെ അല്ല, അല്ലെങ്കിൽ വെള്ളത്തിൽ വരച്ച വരയല്ല, സിസ്റ്റത്തിലാണ്, ബ്രാക്കറ്റാണ്. ട്രേഡ് വീണ ടൈമിൽ തന്നെ സ്റ്റോപ്പും വീഴും. അതുകൊണ്ട് തന്നെ നേരെ ക്യാപിറ്റൽ പോകില്ല. ക്യാപിറ്റലിന് അത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യാം. മിനിമം ടാർഗറ്റ് എത്ര? 30 ഇടാം. അത് നിങ്ങളുടെ ഇഷ്ടം. മിനിമം ടാർഗറ്റ് 30 പിന്നെ നമ്മുടെ 50. 30 എടുക്കുക. അതല്ലാതെ ചിലപ്പോൾ 20 പോയിന്റ് 29 പോയിന്റ് വരെ പോയിട്ട് ടാർഗറ്റ് അടിക്കാതെ ചിലപ്പോൾ സ്റ്റോപ്പ് പോയെന്നൊക്കെ ഇരിക്കും. അപ്പം നമ്മൾ എൻട്രി എടുത്ത് എന്തെങ്കിലും കാരണവശാൽ ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ ആ പൊസിഷൻ എക്സിറ്റ് ചെയ്യാൻ മാറിയേക്കാം. ചില സമയത്ത് നമുക്ക് 10 പോയിന്റ് സ്റ്റോപ്പ് അടിക്കില്ല, പക്ഷേ ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്യുന്നിരിക്കും. ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്യുന്നിരിക്കും. അത്ര സാഹചര്യത്തിൽ നമ്മൾ ചില സമയങ്ങളിൽ ഹോൾഡ് ചെയ്യാറുണ്ട്. ചില സമയത്ത് നമ്മൾ പൊസിഷൻ എക്സിറ്റ് മാറും. ചിലപ്പോൾ ഇവിടെ 240 നമുക്ക് എൻട്രി കിട്ടിയത്. ഈ ഒരു സാധനം ക്ലോസ് ചെയ്യണം 238 ക്ലോസ് ചെയ്ത് നമ്മൾ ആ 2 രൂപ സ്റ്റോപ്പ് ബുക്ക് ചെയ്ത് മാറും. കാരണം 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിങ് താഴെ ക്ലോസ് ചെയ്തു, പക്ഷെ നമ്മുടെ സ്റ്റോപ്പ് പോയിട്ടില്ല. സ്റ്റോപ്പ് നമ്മൾ അത്ര സാഹചര്യത്തിൽ കൊടുക്കില്ല. കാരണം നമ്മൾ സ്റ്റോപ്പ് ഇട്ടേക്കണ സഡൻ ഫോളിനാണ്. 10 പോയിന്റ് SL അടിച്ച് പോകാൻ വേണ്ടി സഡൻ ഫോളിൽ 10 പോയിന്റ് അടിച്ച് പോകാൻ വേണ്ടിയാണ് സ്റ്റോപ്പ് ഇട്ടേക്കണത്. പക്ഷേ നമ്മുടെ കണ്ടീഷൻ അഗേൻസ്റ്റ് ആയെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു 2 പോയിന്റ് സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങും. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഇതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. ഫസ്റ്റ് തന്നെ ഡയറക്റ്റ് എൻട്രി, സെല്ലിംഗ് ആൻഡ് ക്ലോസ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ലിമിറ്റ് പ്ലേസ് ചെയ്യുക. രണ്ടാമത്തെ എൻട്രി PAB ടെസ്റ്റ്, സെല്ലിംഗ് ആൻഡ് നമ്മുടെ പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്ത് സെല്ലിംഗ് ആൻഡ് ക്ലോസ് ചെയ്ത് ബ്രാക്കറ്റ് ലിമിറ്റ് പ്ലേസ് ചെയ്യുക. മൂന്നാമത്തെ എൻട്രി ബയേഴ്സ് ടേക്ക് ഓവർ, ബൈയിങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ലിമിറ്റ് പ്ലേസ് ചെയ്യുക. ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനും നമ്മുടെ ട്രയലിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ നമ്മുടെ ട്രയൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ ട്രേഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത്ര ആൾക്കാർക്ക് നമ്മുടെ ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് നമ്മുടെ ആ ഒരു എൻറോൾ ചെയ്യാവുന്നതാണ്. എൻറോൾ ചെയ്യുമ്പോൾ ഒറ്റ പൈസയൊന്നുമില്ല. അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നൊരു എമൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നമ്മളിവിടെ ഈ ഒരു ട്രേഡിംഗ് കൺസെപ്റ്റ് പഠിക്കാൻ പറ്റും. ഇതും കൊണ്ടൊരു ഹോളിഡേ സെറ്റപ്പ് ഒന്നും അല്ല, പക്ഷേ ഉണ്ടെന്നെ ക്യാഷ് പോകാതെ ഒരു മാന്യമായ റിട്ടേൺ നമുക്ക് ഉണ്ടാക്കാം. അതാണ് നമ്മൾ ഇത്രയും നാളെ എങ്ങനെയായിരുന്നു, ഇത്രയും വർഷം ഫോളോ ചെയ്തിട്ട് അങ്ങനെയായിരുന്നു. ഇനി നാളെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത്രയും വർഷം ഫോളോ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ സംഭവിച്ചേക്കണത്. അതുകൊണ്ടാണ് നമ്മൾ ലൈവിൽ ട്രയൽ കൊടുക്കുന്നത്. ലൈവിൽ ട്രയൽ ഇരുന്നിട്ട് അത്ര ആൾക്കാർക്ക് മാത്രം നമ്മുടെ കോഴ്സ് എടുക്കുക. അതല്ലാതെ ട്രയലിലിരിക്കാതെ നമ്മൾ വിമർശിക്കുന്ന ആൾക്കാരെ നമ്മൾ അത്ര ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാനില്ല. കാരണം അവർ വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. നമ്മളെ വിമർശിക്കാൻ ഉണ്ടെങ്കിൽ ലൈവിൽ കയറുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് നമ്മൾ ലൈവിൽ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് 14 ദിവസം കഴിയുമ്പോൾ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അന്വേഷിച്ച് പോവാം. പക്ഷേ ഏത് ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ എടുക്കുമ്പോഴും ഇങ്ങനെ എടുക്കണമെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഇനിയും പൊട്ടന്മാരാകരുത്. കാരണം പല ആൾക്കാരും ട്രേഡിംഗ് എന്നും പറഞ്ഞ് കോഴ്സും വിറ്റ് പൈസ ഉണ്ടാക്കണേ. പക്ഷെ അതിനി ഈ ഒരു കാര്യത്തിലെങ്കിലും മലയാളികൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ പ്രായോഗിക ബുദ്ധി അല്ലെങ്കിൽ കോമൺ സെൻസ് എന്നുള്ള സംഭവം തീരെ ഇല്ല എന്നാണ് നമുക്ക് ഇതുവരെ മനസ്സിലാക്കുക. അത് തുറന്നു പറയുമ്പോൾ അത് വിമർശിക്കാൻ വേണ്ടി നിങ്ങൾ വരണ്ട. അത് റിയാലിറ്റിയാണ്. കാരണം എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം. നിങ്ങൾ ഏതൊരു സ്കാം എടുത്ത് നോക്ക്, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ സ്കാം, എല്ലാ സ്കാം, പക്ഷെ അതിനൊക്കെ പോയേക്കണ ആരുടെ ഇല്ല. അതുപോലെ തന്നെ വക്കീലന്മാർ, അതുപോലെ തന്നെ ഡോക്ടർമാർ, അങ്ങനെയുള്ള സമൂഹത്തിൽ നല്ല നല്ല പൊസിഷനിലുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ പോലെ ക്രിപ്റ്റോ എന്നൊക്കെ പറഞ്ഞ് അവരെ പൈസ ഏൽപ്പിക്കുക. എന്നിട്ട് 1.5 കോടി 2 കോടി 3 കോടിയൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് പലരും പറയില്ല. എന്നിട്ട് ചില ആൾക്കാർ വന്ന് പറയുമ്പോഴാണ് നമ്മൾ അറിയണത്. അപ്പോഴാണ് നമ്മൾ അറിയണത് കേരളത്തിൽ വലിയ ക്രിപ്റ്റോ തട്ടിപ്പ്, കൊച്ചിയിൽ ഇത്രയും ഡോക്ടറിന്റെ 2 കോടി രൂപ പോയി, തിരുവനന്തപുരത്ത് 10 കോടി രൂപ പോയി, അല്ലെങ്കിൽ എറണാകുളത്ത് 25 കോടി രൂപ വ്യവസായിയുടെ പോയി. അതില്ലാതിരിക്കാനാണ് ഞാനീ പറയുന്നത്. റിയാലിറ്റി അല്ല, നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ അത്രയും പൈസ കൊടുത്ത്. കാരണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയേക്കാം, നിങ്ങളുടെ പൈസയും കൊണ്ട് അവൻ നിങ്ങളെ സ്കാം ചെയ്ത് പൈസ ഉണ്ടാക്കാൻ വന്നതല്ല. നിങ്ങളെ പൈസയും കൊണ്ട് ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അവനങ്ങ് ചെയ്താൽ പോരെ. അത് നിങ്ങൾ മനസ്സിലാക്കിയേക്കാം. അതുകൊണ്ട് ട്രേഡിംഗ് കോഴ്സ് എടുക്കണേക്കാട്ടിയും മുമ്പ് ഏതൊരു ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, എത്ര വലിയ ആശാനാണെങ്കിലും ലൈവിൽ ട്രയൽ ചോദിക്കുക. ആശാൻ പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ
പിന്നെ ട്രേഡിംഗ് കോഴ്സ് എടുത്തിട്ട് ഒരു കാര്യമില്ല. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന അഭിപ്രായത്തോട് വിമർശിക്കാം, എന്നെ തെറി വിളിക്കാം. പക്ഷേ നിങ്ങൾ തീർച്ചയായും 2-3 വർഷം ലൈവിൽ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിങ്ങൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യണ ആൾക്കാർ ഇപ്പോൾ 3-4 വർഷം മുമ്പ് ജോയിൻ ചെയ്തിട്ട് ഇപ്പോഴും ആ ഒരു ഫീൽഡിലുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അത്ര ആൾക്കാർ കിട്ടും. അതല്ല ആദ്യമായിട്ട് ഇപ്പോൾ ഓപ്ഷൻ ഈസിയാന്ന് പറഞ്ഞ് പല ആൾക്കാരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇതൊക്കെ പ്രോഫിറ്റ് വീഡിയോ ഒക്കെ കണ്ടിട്ട് വന്ന് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ദഹിക്കണമെന്നില്ല. ഞാൻ അത്ര ആൾക്കാരല്ല ഫോക്കസ് ചെയ്യണത്. പല ആൾക്കാരുടെയും കോഴ്സ് എടുത്ത് തട്ടിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ തോറ്റുപോയ ആൾക്കാരെ നമ്മൾ ഫോളോ ചെയ്യണം. അവരെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ 14 ദിവസം ട്രയൽ കൊടുത്ത്. കാരണം പറ്റിക്കപ്പെട്ട ആൾക്കാർക്ക് ഞാൻ വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഞാൻ കൊടുത്ത് അവരെ പൈസ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പറ്റിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ട്രയൽ കൊടുക്കുന്നത്. ലൈവ് മാർക്കെല്ലാം ഒരു ട്രയൽ എടുത്തിട്ട് അവർ തീരുമാനിക്കും എൻ്റെ കോഴ്സ് എടുക്കണോ വേണ്ടതെന്ന്. ഞാൻ അത്രത്തോളം ജെന്യൂനായിട്ടാ കാര്യങ്ങൾ പറയണത്. ജെന്യൂനായിട്ടുള്ള ആൾക്കാരെ മാത്രം വിശ്വസിക്കുക. സ്കാം ആയിട്ടുള്ള ആൾക്കാരെ എത്രയും പെട്ടെന്ന് ഈ കേരളത്തിൽ നിന്ന് തന്നെ ചവിട്ടി പുറത്താക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. പറഞ്ഞ കാര്യങ്ങൾ ഇത്തിരി കൂടിപ്പോയെന്ന് വിചാരിക്കുന്നു. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയണം. കാരണം ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കാമേഴ്സ് മൊത്തം വരുമ്പോൾ ഈ ഒരു മേഖലയിൽ നിൽക്കണ എന്നെ പോലുള്ള ആൾക്കാർ പറഞ്ഞില്ല എങ്കിൽ ഇതിലും വലിയ സ്കാമേഴ്സായിട്ട് വീണ്ടും വരും, നിങ്ങളെ പറ്റിക്കും. ഇപ്പം 2-3 കോടിയാണെങ്കിൽ ഭാവിയിലോട്ട് 50-100 കോടിയായിട്ട് വരും. അതിപ്പോഴേ തന്നെ മുളയിലേ നുള്ളുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു മേഖലയിൽ നിന്ന് നല്ല പ്രോഫിറ്റ് എടുത്ത് പോവാം. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, കേരളത്തിലുള്ള ഒരു ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ്റെ ഒരു ഇത് പ്രകാരം കേരളത്തിലും വരണം സെബീൻ്റെ ഒരു കാര്യങ്ങളൊക്കെ. കാരണം പല ആൾക്കാരും കോഴ്സൊക്കെ പറ്റിച്ചിട്ട് അവരുടെ ആ ഒരു കാരണം ഇങ്ങനെയാണ് ഈ ഒരു കോഴ്സ് എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടെസ്റ്റിമോണിയൽസ് ഒക്കെ, അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റുഡൻസിൻ്റെ റിവ്യൂ എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരുടെ പക്ക ഫേക്കാണ്. കാരണം ഞാൻ ഇയാളുടെ കോഴ്സ് എടുത്തു, എനിക്കിപ്പോൾ കാറ് മേടിക്കാൻ സാധിച്ചു, ഞാൻ ഈ ഒരു വ്യക്തിയുടെ കോഴ്സ് എടുത്തു, ഞാൻ വീട് വെച്ചു, ഈ ഒരു വ്യക്തിയുടെ കോഴ്സ് എടുത്തു, ഞാൻ എൻ്റെ കടം വീട്ടി എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരെയും ഫേക്ക് ആയിട്ടുള്ള സംഭവം കാണിച്ചിട്ട് പല പല കോഴ്സിലോട്ട് ഒന്നും അറിയാൻ പാടാത്ത ആൾക്കാരെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയാണ് അവരുടെ മെയിൻ ഒരു ഉദ്ദേശം. ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അത്ര ആൾക്കാരെ തിരിച്ചറിയുക, പ്രതികരിക്കുക. നിങ്ങൾക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് ഓപ്ഷൻസ്. വ്യക്തമായിട്ടുള്ള റിസ്ക് റിവാർഡും വ്യക്തമായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റും നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഓപ്ഷൻസിൽ വിജയിക്കാം. എല്ലാവർക്കും ബൈ ബൈ.